എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരിത്ത വഴി കിട്ടിയതാണ്. നമുക്ക് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് പറയൂ മക്കളെ. അൽഹംദുലില്ലാഹ്. ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷാജിയുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനകത്ത് മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ചാനലിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. ഷാജിദ ഇങ്ങനെ എന്തൊക്കെയോ പരാമർശിക്കുന്നത് കേട്ടിട്ടാണ് ആ ചാനലിൽ ഞാൻ പോയി നോക്കിയത്. ശരിക്കും ആ ചാനൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമം വരുക. 3 കുട്ടികളെയും കൊണ്ട് അതിന്റെ ഉമ്മ, ആ കുട്ടികളുടെ ഉമ്മ റബ്ബർ വെട്ടിയിട്ടൊക്കെയാണ് ആ കുട്ടികളെ വളർത്തുന്നത്. ദിവസം 500 രൂപയുടെ ജോലി റബ്ബർ വെട്ടി കിട്ടും. അതുകൊണ്ടാണ് ആ കുട്ടികളുമായിട്ട് കഴിയുന്നത്. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോന്ന്. ഹസ്ബൻഡ് മരിച്ചുപോയി. 3 ചെറിയ മക്കളെയും കൊണ്ട് അത് കഴിയുന്നത് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും സങ്കടം വരും. സത്യം പറഞ്ഞാൽ ഈ ഓരോരുത്തരാണെങ്കിൽ കണ്ട പെണ്ണുങ്ങൾക്ക് 1000-ഉം 10,000-ഉം ലക്ഷങ്ങളും ഒക്കെ വാരിക്കോരി കൊടുക്കുന്നു. ഇത്തരം ആൾക്കാരെ, അതായത് ഇത്തരം പാവപ്പെട്ടവരെയൊക്കെ നോക്കി അവരെ സഹായിച്ചാൽ അത്ര. മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള ഒരു സഹോദരി ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ഈ കുട്ടികൾക്കുള്ള ഡ്രസ്സും ആ കുട്ടികളുടെ ഉമ്മായിക്കുള്ള 2 ചുരിദാറ്, കുറെ കഴിക്കാനുള്ള മിഠായി, കിൻഡർ ജോയ്, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെയുള്ള എന്തൊക്കെയോ കുറെ ഐറ്റംസ് എല്ലാം ഒരു കാർഡ്ബോർഡ് പെട്ടി നിറയെ ഉള്ള സാധനങ്ങൾ ഇവർക്ക് അയച്ചു കൊടുത്ത്. അവരെന്ന് പറഞ്ഞാൽ ഉംറയ്ക്ക് പോവാൻ നിൽക്കുകയാണ്. അതിനു മുന്നെയാണ് ഇവർക്ക് ഈ കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുത്തത്. ശരിക്കും ആ കുട്ടികൾ അത് പൊട്ടിച്ച് കാണുമ്പോൾ ഉള്ള ഒരു കുഞ്ഞുങ്ങളുടെ സന്തോഷം, ചെറിയ മക്കള് അടങ്ങി ഒതുങ്ങി മാറിയിരുന്നിട്ട് ആ സന്തോഷത്തോടുകൂടി അത് നോക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും, അത് കാണുന്ന എല്ലാവർക്കും നമുക്ക് സങ്കടമാണ് വരുന്നത്. അത്രയ്ക്ക് ആ കുട്ടികൾ ആ ഒരു സന്തോഷം എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ്. അവരിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്നത് അനുസരണയോടെ മാറിയിരുന്ന് സന്തോഷത്തോടുകൂടി നോക്കിക്കാണുന്ന ആ കുഞ്ഞുങ്ങളുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം, ആ സഹോദരിക്ക് ഇത് കൊടുത്തുവിട്ട് ആ സഹോദരിക്ക് ഇതിൽ കൂടുതൽ പുണ്യം മറ്റെന്താ വേണ്ടത്? ശരിക്കും ഒരു പുണ്യമാണ് ചെയ്തത്. അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ അവർ ഈ കുഞ്ഞുങ്ങളെ സഹായിച്ചു. അവർ ഉംറയ്ക്ക് പോകുന്നതിന് മുന്നേ എന്തുകൊണ്ടും അവർക്ക് ഇത് അർഹതപ്പെട്ടത് തന്നെയാണ്. നമുക്ക് DGDC ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന്, ഞാൻ ഇരുന്നോട്ടെ, ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്റെ മക്കൾക്ക് ഒരു ഇത്ത അയച്ചതാണ്. ഞാൻ എന്തൊക്കെയാണ് പൊട്ടിച്ച്, പക്ഷെ അതെന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. കാരണം പിച്ചാക്കി വെച്ചാണ് പൊട്ടിച്ചത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് മിഠായിയാണ്, ചോക്ലേറ്റ്, പിന്നെ ബ്ലാക്ക് ഫാന്റസിയുടെ ബിസ്ക്കറ്റ് ആണ് ഒരു പെട്ടി. പിന്നെ മക്കൾ അങ്ങോട്ടിരിക്കും വീട്ടിലോട്ട്. ഇത് 2 കവർ ബിസ്ക്കറ്റ് ആണ്. അൽഹംദുലില്ലാഹ്. ഇതാ കിൻഡർ ജോയ് ഉണ്ട് മക്കൾക്ക്. ബിസ്ക്കറ്റ് കിൻഡർ ജോയ് 2. പിന്നെ ഈത്തപ്പഴം ഉണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നെ ഹോർലിക്സ് ഉണ്ട്. പിന്നെ ഇതൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ് കിട്ടുന്ന പൊന്ന. പിന്നെ ഇതും ഒരു ബിസ്ക്കറ്റ് ആണ്. 3 കിൻഡർ ജോയ്, അതായത് 3 മക്കൾക്ക് 3 കിൻഡർ ജോയ് ഉണ്ട്. പിന്നെ ഇത് ഗാലക്സിയുടെ ഒരു പെട്ടി ചോക്ലേറ്റ് ആണ്. തുടരുന്നേ മക്കൾ, അവിടെ തന്നെ ഇരിക്കണേ കേട്ടാ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ദാ ഡ്രസ്സാണ്. അവരെ കൂടെ പിടിച്ചതിന്റെ സന്തോഷം. ദാ ടീഷർട്ട്, അവരെ പാകത്തിനുള്ളത് തന്നെ. ഇത് മോണക്കാണെന്തോ എനിക്ക് അറിയില്ല. നീ തന്റെ അടുത്ത് ചോദിക്കണം. ദാ അടുത്തൊരു ടീഷർട്ട്. മാഷാ അല്ലാഹ്. പിന്നെ ദാ ഒരു പാന്റ്. ഇത് ആർക്കൊക്കെയെന്ന് ചോദിക്കണം. എനിക്ക് ആൺകുട്ടിയെ പെൺകുട്ടിയെ തിരിച്ചറിയാൻ പറ്റൂല. പിന്നെ
നസ്രു മോൾക്കാണ് തോന്നുന്നത്. അല്ല മാഷാഅല്ലാ നല്ല ക്വാളിറ്റി ഉള്ളത് നസ്രു മോൾക്ക്. സൂപ്പർ മാഷാഅല്ലാ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് എവിടെ നിന്നാണെന്ന് അറിയാമോ? നാനോ ബേബി മോള്, പെരിന്തൽമണ്ണ റോഡ്, മലപ്പുറം. അൽഹംദുലില്ലാ. പിന്നെ ഇനി എന്തോ ഒരു മക്കളെ പൊന്നെ മാറിക്ക് പൊന്നെ 2 ടീഷർട്ട് 2 പേർക്കായിരിക്കും. മസ്റൂമോൾക്കാണ് പാന്റ്. ഒരാൾക്ക് പാന്റ്, ഒരാൾക്ക് 3/4. അത് കുട്ടിക്കായിരിക്കും. വീഡിയോ കാണുന്നു. തന്നെ ഇതൊരു ടോപ്പ്, ഇതൊരു പാന്റ്, അതിന്റെ ഷോളായിരിക്കും. ഷോള് മാഷാഅല്ലാ. ഷോള് ദാ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഷോള്, പിന്നെ പാന്റ്. അപ്പൊ എനിക്കുള്ള കാര്യം ഞാൻ ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു. അൽഹംദുലില്ലാ. ഇതെല്ലാരും മടക്കി വെക്കണം. ഇത്രയും സാധനങ്ങൾ കിട്ടി. നല്ല ചുരിദാർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ഇത്ത വഴി കിട്ടിയതാണ് നമുക്ക്. മാഷാഅല്ലാ അൽഹംദുലില്ലാ. പറയൂ മക്കളെ. അൽഹംദുലില്ലാ. ഒരുപാട് സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ചാല് മക്കളെ ഉപ്പ മക്കൾക്കെല്ലാം കൊടുത്തേക്കാന്നൊക്കെ പലതവണ പറഞ്ഞു. പക്ഷെ ഒരു തവണ സാധനമൊക്കെ കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കാണുമ്പം സങ്കടം. കാരണം എന്റെ മക്കൾക്ക് ആരുമില്ലാത്തൊരവസ്ഥയെന്ന് ഇവിടം വരെ എത്തി. മക്കളെ ബറക്കത്താണ്. എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇന്ന് മക്കളെ ബറക്കത്താണ്. ഞാൻ ഉമ്മയും കൂടെ സാധനം മേടിക്കാൻ ആട്ടോയിലാണ് പോയത്. പിന്നെ സന്തോഷായ എന്റെ മക്കൾക്ക് സന്തോഷായിന്ന് പറയേ. ഇത്രയാണ് നമുക്ക് കിട്ടിയ സാധനങ്ങള്. അൽഹംദുലില്ലാ. ഈ കടപ്പാട് എനിക്കറിയില്ല. ഒരു 26-ാം തീയതി ഉംറയ്ക്ക് പോവുകയാണ്. എന്റെ മോനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മടക്കി വെക്കണം. എന്റെ മക്കൾക്ക് ഒരു ഉടുതുണി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന റബ്ബിന്റെ അടുത്ത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഓരോ വാപ്പച്ചി അവർക്ക് എടുത്തുവിട്ട ഷർട്ടുകളൊക്കെയാണ് ഇട്ടേക്കുന്നത്. വാപ്പച്ചി എപ്പോഴും മക്കൾക്ക് ഒരുപോലൊക്കെ എടുക്കാനാണ് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ എനിക്ക് സങ്കടം വന്നിട്ടുണ്ടെന്നറിയാമോ? 2 പേർക്കും പച്ച. ആരും എല്ലാരും മക്കളെ സ്നേഹിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം, പിന്നെ ദാ മോൾ മാറിയെന്നോട് പൊന്ന മസൂർ ഡ്രസ്സ് മാറു പൊന്ന മക്കളെ. അൽഹംദുലില്ലാ പറഞ്ഞോട് മക്കളെ. ഫോട്ടോ അതിനുണ്ടാടാ. ഇല്ല, ഇത് കിടപ്പട്ട ഇല്ലടാ. ഇതുണ്ടാ, ഇതുണ്ട്. ആ ഒന്നത്തച്ചിക്ക് കൊടുക്കണം. ഒന്നത്തച്ചിക്കാണ് നമ്മള് മിക്കവാറും 26-ാം തീയതി ഇൻഷാ അല്ലാഹ് താമസാവും. അതിനുള്ള പണിയാണ്. പിന്നെന്തൊക്കെയാ വിശേഷങ്ങള്? അതൊക്കെ ചോക്ലേറ്റുകളാണ്. ഇപ്പഴേ പൊട്ടിക്കണ്ട.
എനിക്കിതിട്ടാണ് ബിസ്ക്കറ്റാണ് എല്ലാം എനിക്ക് ഇതെന്റെ കട വെച്ച് ഇതെന്റെ കട വെച്ചു ഇതെന്റെ കട അല്ല മടക്കി പുതിയ വീട്ടിൽ കൊണ്ടുപോകാൻ ഇതൊക്കെ എൻ്റെ പുതിയ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഇതാ ഞാൻ എടുത്ത് മടക്കി വയ്ക്കും. മസ്രൂറ മോളെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ നല്ല സോഷ്യൽ മീഡിയയിലുള്ള പെണ്ണുങ്ങൾക്ക് പണം അയച്ചു കൊടുക്കുന്നവർ ഇതുപോലെയുള്ള അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. സോഷ്യൽ മീഡിയയിലുള്ള പെണ്ണുങ്ങൾക്ക് 10,000 വേണോ, ലക്ഷം വേണോ, ആയിരങ്ങള്, 10,000, ലക്ഷങ്ങൾ എന്ന് വേണ്ട. അവർ ചോദിക്കുന്ന എന്താണോ അതങ്ങ് അയച്ചു കൊടുക്കുകയാണ്. അവർക്കൊന്നും കൊടുക്കാതെ ഈ അർഹതപ്പെട്ട ഇതുപോലെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുണ്യമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ.